റബ്ബർ ബാൻഡ്, ചെരുപ്പ്, റബ്ബർ ഐറ്റംസ് മുഴുവൻ നല്ല അലുവ പോലെ. ഇതിന് ഈ മിഷനകത്തോട്ട് കയറ്റി വെക്കും. ആ സാധനം ഇങ്ങനെ വെട്ടും. ഇതുണ്ടോ, ചിക് 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 ചിക്. ഞാൻ നിൽക്കുന്നത് കൊണ്ട് പപ്പായ്ക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പം അതങ്ങനെ വെട്ടി തീർക്കും. അപ്പോൾ ദാ അതുപോലെ ഇങ്ങനെ റബ്ബർ പാൽ അല്ലെങ്കിൽ റബ്ബർ കറ ഇതുപോലെ ഉറ്റുറ്റുറ്റുറ്റുറ്റുറ്റു നമ്മുടെ ഈ ചിരട്ടയിലേക്ക് വീഴും. ഈ ചിരട്ടയിലെ പാലാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിപ്പം കറയോറ ഒഴിക്കുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ മരങ്ങളും പപ്പ ഇങ്ങനെ വെട്ടി പോകും. അപ്പോൾ പപ്പ ഇങ്ങനെ പപ്പയുടെ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം പപ്പയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മരം വെട്ടും. അങ്ങനെ ഇത് പപ്പ അവിടെ ഷീറ്റ് ഉറ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഷീറ്റ് ഉറ ഒഴിക്കുക, അതായത് റബ്ബർ പാല് വെട്ടി എങ്ങനെ ഷീറ്റ് ഉറ ഒഴിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം പപ്പയാണ് ഇന്നത്തെ താരം അല്ലേ പപ്പ? ഇന്നെല്ലാം വെട്ടിയില്ലെന്ന് പപ്പ, മഴ കാരണം ഇന്നെല്ലാം വെട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡിഷ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഷീറ്റ് അടിക്കുന്ന മിഷൻ. ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഷീറ്റ് അടിക്കുന്ന മിഷനാണ്. ഇതിനിപ്പോൾ മേൽക്കൂര ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് മൊത്തം ഒടിഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് മേൽക്കൂര ഇല്ലാത്തത്. 2 മിഷനുണ്ട്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഡിഷ് ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട്. 1 2 3 4 5 ഡിഷ്. എന്നിട്ട് ഈ പാത്രത്തിന് ഓരോ പാത്രം കറയാണ് പപ്പ അതിനകത്ത് ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ ഓരോ പാത്രം വെച്ച് ആദ്യം അരിക്കും കേട്ടോ. അരിച്ചതിന് ശേഷമാണ് അതിനകത്തെ പൊടിയും മണ്ണും ഇലയൊക്കെ കളയും. അങ്ങനെ ഓരോന്നും പപ്പ ഇങ്ങനെ ഓരോ ഡിഷിൽ. ഇന്ന് കുറച്ച് ഷീറ്റേ ഉള്ളൂ, കാരണം പകുതിയേ വെട്ടിയുള്ളൂ. മഴ ആയതുകൊണ്ട് പപ്പ കുറച്ചേ ഇന്ന് വെട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കറ. കണ്ടോ കറ നമ്മുടെ മിൽമയിൽ വാങ്ങിക്കുന്ന പാല് പോലെ തന്നെ അളന്നാണ് ഇത് ഒഴിക്കുന്നത്. ഇതിനെല്ലാം അളവുണ്ട് ഇല്ലേ പപ്പ? എത്ര ഒരു ഡിഷിന് ഒരു ഷീറ്റ് എത്ര ഗ്രാമാ? 800 ഗ്രാമാണ് ഒരു ഷീറ്റ്. ആ കണക്കാക്കിയാണ് പപ്പ ഷീറ്റ് ഉറ ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഡിഷിൻ്റെ പ്രത്യേകത ഉണ്ടോ, നമ്മൾ കേക്കിനൊക്കെ ഓരോ ട്രേ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇതും ഇങ്ങനെ ഒരു കേക്ക് ആകും. അപ്പോൾ ഇപ്പം നല്ല കറ, അതായത് ഒന്നും മിക്സ് ചെയ്യാതെ, അതായത് വെള്ളം ഒന്നും മിക്സ് ചെയ്യാതെ പപ്പ 5 പാത്രത്തിലും ഇതുപോലെ കറ ഒഴിച്ചു. ഇനിയും പപ്പ അതിനകത്ത് വെള്ളം മിക്സ് ചെയ്യും. ഓരോ കപ്പ് വെള്ളം കൂടി ഇനി ഒഴിക്കും അല്ലേ പപ്പ? ഇനി ഓരോ കപ്പ് വെള്ളം കൂടി ഒഴിക്കും. കണ്ടോ, അരിച്ചാണ് ഒഴിക്കുന്നത്. ഇതാണ് അരിപ്പ. കണ്ടോ, അരിച്ചാണ് ഒഴിക്കുന്നത്. കണ്ടോ, ചെറിയ എന്തെങ്കിലും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഇനിയും പപ്പ ഓരോ ഗ്ലാസ് കറയെല്ലാം കഴുകി അതിനകത്തോട്ടങ്ങ് ഒഴിച്ച് ഇനി പപ്പ ആ കുഞ്ഞു ഡപ്പയ്ക്ക് ഓരോ ഡപ്പ വെള്ളം എല്ലാ ഡിഷിനകത്തും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇപ്പം നമ്മൾ 5 ഡിഷ് നിരത്തി വെച്ചിട്ടില്ലേ, ഈ 5 ഡിഷിലും 5 ഷീറ്റ് വെച്ചിട്ടല്ല, ഇന്ന് പകുതി വെട്ടിയതുള്ളത് കൊണ്ടാണ് അത്രയും കിട്ടിയത്. പകുതിയും വെട്ടിയില്ല, കുറച്ചേ വെട്ടിയുള്ളത്. 10 100 മരം എങ്ങാണ്ടേ പപ്പ വെട്ടിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ആസിഡ് എടുക്കാൻ പോവാണ്. ആസിഡ്, അതായത് H2SO4 നമ്മുടെ തനി ആസിഡ് ഇല്ല, അതിപ്പം പപ്പ കൂട്ടി വെച്ചേക്കുന്ന ആസിഡാണോ പപ്പ? അത് കൂട്ടി വെച്ചേക്കുന്ന ആസിഡാ. ഇതിനകത്ത് പപ്പ വെള്ളം ഒഴിച്ചില്ല. ഇനി ഓരോ ഗ്ലാസ് വെച്ച് ആസിഡ് അതിനകത്തോട്ട് ഒഴിക്കാൻ പോണേ. ഒഴിച്ചു, ഒരു ഗ്ലാസ് ഒഴിച്ചു. അതിനൊരു അളവ് ഗ്ലാസ് ഉണ്ടേ, അത് കാണിച്ചപ്പ. ഇതുണ്ട്, ഇതിന് നിറച്ച് 2 ഔൺസ് അങ്ങനെയാണ് ഒഴിക്കുന്നത്. ഇനിയും ഇളക്കുന്ന സാധനമുണ്ട്. അതുകൊണ്ട് ഇതും ഇളക്കുന്ന സാധനമാണ്. ഇത് പപ്പ തന്നെ ഉണ്ടാക്കി ഇളക്കുന്ന സാധനമാണ്, കിഴുത്തയിട്ട്. അത് വേഗം ഇളക്കിയില്ലെങ്കിൽ ആസിഡ് ഒഴിച്ചായതുകൊണ്ട് ഉറഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ കൂട്ടി മിക്സ് ആക്കണം. ആസിഡ് എല്ലായിടത്തും ചെല്ലണം, എന്നാൽ മാത്രമേ ആ ഷീറ്റ് ഉറയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അടിക്കാനൊന്നും കൃത്യമായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ഉറച്ച് അങ്ങനെ വെക്കുന്നത്. പപ്പ ഇതിങ്ങനെ ഉറക്കത്തേ ഉള്ളൂ. പണ്ട് ഞാനും അമ്മയൊക്കെ കറി ഒഴിക്കുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് ആ പത മാറ്റി വെക്കുമായിരുന്നു പപ്പ. പക്ഷേ അതിൻ്റെ പത മാറ്റുന്നില്ല. മാറ്റണമെന്ന് പറയുന്നുണ്ട്, മാറ്റും. കണ്ടോ, പപ്പയുടെ ഉടുപ്പിലൊക്കെ റബ്ബർ ഗ്രേഡിൻ്റെ വില കിട്ടത്തില്ല. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇത് കണ്ടോ, പ്യുവർ വെള്ള കളറല്ലേ, നിങ്ങൾ ഇതിനകത്ത് വല്ല പൊടികളും കാണുന്നുണ്ടോ? ഇതുപോലെ പൊടികളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രേഡിൻ്റെ വില കിട്ടത്തുള്ളൂ. ഷീറ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും പൊടി ഉണ്ടോ ഇല്ലയോ. അതുപോലെ അത് കറുത്ത കളറിലാക്കി ഉണക്കുകയും വേണം. അതാണ് ഗ്രേഡ് ഷീറ്റ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഗ്രേഡ് ഷീറ്റ്, 4 ഷീറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനുള്ള ആസിഡും വേറെയാണ് കേട്ടോ, അല്ലേ അപ്പ?
അതിൻ്റെ ആസിഡും വേറെ കേട്ടോ. അപ്പോൾ ഇപ്പം അതിൻ്റെ പത ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിന് ആസിഡ് ഒഴിച്ചായിരുന്നു. അപ്പോൾ ആ 2 എണ്ണം പപ്പ ഇളക്കി വേഗം ആസിഡ് ഒരിടത്തോട്ട് ഒഴിച്ചു മാറ്റി വെച്ച്. ഇനി അടുത്തതിനകത്ത് ഈ കറക്കകത്ത് നമ്മൾ വെള്ളവും ഒഴിച്ചില്ല. ഇനിയും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ആസിഡ് ഒഴിക്കണം. പക്ഷെ ഇതിനകത്ത് കുറവാണല്ലോ പപ്പ കാണാൻ. കുറവാണ്. പട്ടിക്കുഞ്ഞിന് എന്തോ കടി കിട്ടിയെന്ന് തോന്നുന്നു. കടന്ന് കടകട അലയ്ക്കുന്നുണ്ട്. അപ്പം പപ്പ എല്ലാത്തിനകത്തും ആസിഡ് ഒഴിക്കുന്നുണ്ട്. ഇതിലൊഴിച്ചില്ല. ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഇളക്കാൻ പോകണം. പട്ടിക്കുഞ്ഞിന് എന്തോ കടി കിട്ടിയിട്ടുണ്ട് അപ്പൂൻ്റെ വകയായിട്ട്. അതാണ് കിടന്ന് എന്ന് അലയ്ക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ പപ്പ ഇളക്കുന്നത് പോലെ കണ്ടോ. ആ ഹോളിനകത്ത് കൂടി കറ ഇറങ്ങി വരും. കറ അല്ലെങ്കിൽ റബ്ബർ പാലെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ കറ എന്നാണ് പറയുന്നത്, പാലെന്നല്ല പറയുന്നത്. മഴ ചാറുന്നുണ്ട് കേട്ടോ പപ്പ ചെറുതായിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി വൈകിട്ട് ഇത് അടിക്കുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാവേ, അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് പത ഒരു സൈഡിലോട്ടാക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പൊക്കെ കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് കാപ്പിയാണ്, വലിയ കാപ്പിയാണ്, റോബസ്റ്റ കാപ്പിയാണ്. കണ്ടോ, ഇതിൻ്റെ തൂണൊക്കെ ഉണ്ട്, ഷീറ്റ് മിഷ്യൻ്റെ തൂണൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം പോയി കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലോട്ടാക്കി വെക്കുന്നുണ്ട്. അതിന് 5 ഷീറ്റ് നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് വൈകിട്ടൊരു 3 മണി 4 മണി ആകുമ്പോഴത്തേന് സെറ്റാകും. അപ്പോൾ നമ്മൾ മിഷനിൽ അടിച്ചും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. ഇത് അച്ചുള്ള മിഷന്, ഇത് അച്ചില്ലാതെ നമ്മൾ ആദ്യം നിരത്തിയെടുക്കുന്ന മിഷൻ. അത് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം. പപ്പ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വേണ്ട അതെടുത്ത് ഇങ്ങനെ ഇനി അതിൻ്റെ മണ്ട വെക്കുമ്പോൾ തിരിച്ച് അങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ട് വെക്കുന്നത് നമുക്കിപ്പോൾ കാണാം. കണ്ടോ, അതെങ്ങനെ കൊണ്ടുവച്ചു. അടുത്തത് ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. അങ്ങനെയെല്ലാം നമ്മൾ അങ്ങനെ കൊണ്ട് വെക്കും. കണ്ടോ, ഇതുണ്ട്. ഇതിനകത്ത് പപ്പ ആസിഡ് ഒഴിച്ചില്ലേ? ഇതിനകത്ത് ആസിഡ് ഒഴിച്ചില്ല. ഇതാണ് ആസിഡ് ഗ്ലാസ്. കണ്ടോ, ഇതിനൊരളവൊക്കെ ഉണ്ട്. ഇപ്പോൾ റബ്ബർ ഷീറ്റ് പിടിച്ച് തൊട്ടിയിരിക്കുക. ഇതിനൊരളവൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ അളവ് ഗ്ലാസ്. ഇനി ഞാൻ ഷീറ്റ് അടിക്കുന്നത് വൈകിട്ടത്തേത് കൂടി ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഷീറ്റ് അടിക്കാൻ പോവുകയാണ്. 2 ഷീറ്റ് പപ്പ അടിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത ഷീറ്റ് എടുക്കുവാണ്. ഇത് നമ്മൾ ഒറയൊഴിച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇത് കണ്ടത്. എന്നിട്ട് ഇങ്ങനെ കറക്കിക്കും. അപ്പം പപ്പ തന്നെയാണ് കറക്കുന്നതും അടിക്കുന്നതും എല്ലാം. കണ്ടോ, അതിനിയും വലിച്ച് നീട്ടി അതിൻ്റെ കട്ടി കുറയ്ക്കും അല്ലേ പപ്പ? കട്ടി കുറച്ച് ഇങ്ങനെ എടുക്കും. ഇതാണ് അതിൻ്റെ മിഷൻ. 2 മിഷനുണ്ട്. ആ മിഷനിലാണ് ഇതൊന്നും കൂടി അടിച്ച് പരത്തുന്നത് ശരിക്കലും. എന്നാലേ അത് വേഗം ഉണങ്ങത്തുള്ളൂ. ഇതിങ്ങനെ മുകളിലത്തെ ആ വട്ടം കണ്ടോ, അത് വെച്ച് കറക്കി അതിൻ്റെ വീതി കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. പണ്ട് കാലത്തെ മിഷനാണ്. ഇപ്പോൾ ഇങ്ങനെ മോട്ടറൊക്കെ ഘടിപ്പിക്കുന്ന മിഷനുണ്ട്. പക്ഷെ നമ്മുടെ ഇങ്ങനെ സ്വയം കറക്കുന്ന മിഷൻ തന്നെയാണ്. കണ്ടോ, അങ്ങനെ അപ്പോൾ ആ ഷീറ്റ് അവിടുന്ന് അടിച്ച് പരത്തി എടുക്കും. എന്നിട്ട് ഇവിടെ ഈ മിഷനിൽ കൊണ്ടിട്ട് ഇതാണ് ആ മിഷൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കാണാം സാധനം. കണ്ടോ, ഇതാണ്. കുറേ ഷീറ്റും ഡിഷ് ഇവിടെ കമത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ചേ വെട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും. കണ്ടോ, അതിന് നീളം വെക്കുന്നുണ്ടോ, നീളവും വണ്ണവും കുറഞ്ഞു. കണ്ടോ, നമ്മൾ മുമ്പേ കണ്ട ആ വണ്ണം അല്ല ഇപ്പം അല്ലേ അപ്പ? ഇത് കണ്ടോ, ഇപ്പം എന്നിട്ട് ഇത്രയും വണ്ണം കുറഞ്ഞു. ഇനി ഈ അച്ചെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ അച്ച് കണ്ടോ, ഇതിനൊരു അച്ചുണ്ട്. അതിന് ഈ അച്ചില്ല, വരവരയില്ല. മറ്റേ അച്ചിന് വരവരയില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കറക്കാൻ പോവാണ്. അപ്പോൾ ഈ ഷീറ്റിന് ആ വരവര വരും. ഇത് കണ്ടോ, ഇതിലൊന്നും ഒരു പൊടി പോലും ഇല്ല ഈ ഷീറ്റിന്. ഇത് കണ്ടോ, ഈ അച്ച് വന്ന് കണ്ടോ. അതൊന്ന് നിവർത്തി പിടിച്ച് കാണിച്ചേ പപ്പ ഒന്ന് നിവർത്തി പിടിച്ച് കാണിക്കുക. കണ്ടോ, ഇത് കണ്ടോ, ഇപ്പം ആ അച്ച് വന്നേക്കുന്നുണ്ടോ? കണ്ടോ, കനം കുറഞ്ഞെങ്കിലേ ഉണങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ അതൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് മടക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നേരെ നടുകെ മടക്കുക, അതിന് ശേഷം തിരിച്ചിങ്ങോട്ട് മടക്കുക. അതാണ് മടക്കുന്ന ഒരു ഷേപ്പ്.
അപ്പം ലാസ്റ്റ് നമ്മുടെ ഷീറ്റ് പപ്പ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോളൂ, കണ്ടോ, വലിച്ചു നീട്ടി അതെടുക്കും. കണ്ടോ, ഇതിൻ്റെ അച്ച് വേറെയാണ് കണ്ടോ, അതിന് വരവരയൊന്നുമില്ല, ആ അച്ചിന് വരവരയൊന്നുമില്ല. പപ്പ തന്നെ ഇങ്ങനെ കറക്കി എടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തപ്പോൾ ഞാൻ പപ്പായ്ക്ക് കറക്കി കൊടുത്ത് സഹായിച്ചായിരുന്നു. കണ്ടോ, ഇതിൻ്റെ ആ കറക്കം കണ്ടോ, ഇത് നമുക്ക് തന്നെ പപ്പ അപ്പം ബാക്കിയുള്ള ഷീറ്റൊക്കെ വരുമ്പം പപ്പ തന്നെയാണ് കറക്കി എടുക്കുന്നത്. പപ്പയുടെ തലയെക്കെട്ടൊക്കെ കണ്ടോളൂ, അധ്വാനിക്കുന്നതായതുകൊണ്ടാണ് തലയെക്കെട്ടൊക്കെ കണ്ടോ. ഇത് ഫുള്ള് റബ്ബർ കറയാണ് കണ്ടോ, പപ്പയുടെ ഉടുപ്പൊക്കെ ഉണ്ടോ, റബ്ബറിൻ്റെ കറയാണ്. അത് ഇതിനു വേണ്ടി വെട്ടം വിടുന്ന യൂണിഫോമാണ്. അതിപ്പോൾ ഈ പരിപാടി കഴിയുമ്പോഴേ പപ്പ അത് മാറത്തുള്ളൂ, കുളിച്ച് സെറ്റാകത്തുള്ളൂ. അപ്പം അതിൻ്റെ വണ്ണം കണ്ടോ, അത്രയും ചെറുത് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇനി ഇതിൻ്റെ ഇത്രയും പ്രോസസ്സ് ഉണ്ട്. പക്ഷേ നമുക്കിതിനൊന്നും വലിയ വിലയില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് 180, 160, 150 രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ ഓർത്തോണം, നേരത്തെ 100 രൂപയായിരുന്നു. ഇത്രയും റബ്ബർ മുഴുവൻ വെട്ടിയെടുത്ത് അതിനോടൊപ്പം തന്നെ ആ കറയെല്ലാം എടുത്തുകൊണ്ട് വന്ന് തന്നെ ഉറവൊഴിച്ച്, ചിലയിടത്തൊക്കെ ആൾക്കാർ പൈസക്കാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇത് പപ്പ തന്നെ എല്ലാ മരം വെട്ടുന്നത് പപ്പ. ഒരു മരം വെട്ടുന്നതിന് 4 രൂപയാണ്. ഈ റബ്ബറില്ലേ, ഈ റബ്ബറിൻ്റെ ഒരു റബ്ബറിന്, അതായത് ഈ റബ്ബർ കണ്ടോ, ഈ റബ്ബറിന് 4 രൂപയാണ്. എന്തോ അപ്പാ, 4, 5 ഒക്കെ വാങ്ങിക്കുന്ന ഇടം ഉണ്ട്. പിന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വില കുറച്ച് കൊടുക്കും അല്ലേ അപ്പാ? ഇല്ലേ, അങ്ങനെ കൊടുക്കൂല, സ്ഥിരമായിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ. അപ്പം അടിക്കുന്നതിന് കൂലിയുണ്ടോ? വെട്ടി ഷീറ്റ് അടിക്കുന്നതിനാണ് ഗെയ്സ് 4 രൂപ. പിന്നെ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഉണക്കി എടുത്ത് കിട്ടുന്നതിനാണ് 150, 80 ഒക്കെ. 150 രൂപയുള്ളൂ ഷീറ്റിന് താങ്ങുമല്ല, അറിയാമോ? ഇതിന് എത്രയും വേഗം ഷീറ്റ് വില കൂട്ടണം ഗൈസ്, ഞങ്ങളുടെ പാവപ്പെട്ട ദുരിതങ്ങൾ മാറാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതിനിപ്പോൾ ഈ ഷേപ്പ് വന്നുണ്ടോ, ഈ അച്ചിൽ കയറ്റുന്നതിനാ ഷീറ്റിന് കട്ടി കുറയ്ക്കാൻ വേണ്ടി. എന്നാലേ ഷീറ്റ് വേഗം ഉണങ്ങത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മുടെ ഓസിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് വെറുതെ ഇങ്ങനെ തോട്ടിൽ കൂടെ ഒഴുകുന്ന പോലെ ഓസിൽ കൂടെ ഒഴുകുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. ആ വെള്ളത്തിൽ ഇങ്ങനെ കഴുകുന്നു, ഷീറ്റ് എടുക്കുന്നു. ഇന്ന് 5 ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേണ്ട ഡിഷൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയും പപ്പ ഡിഷൊക്കെ കഴുകണം. കണ്ടോ, ഈ ഡിഷയിലൊക്കെ കണ്ടോ ഒട്ടുപാലിരിക്കുന്നുണ്ടോ, ഇതിങ്ങനെ പറിക്കണം. മൊത്തം ഇങ്ങനെ പറിച്ചാൽ മതി, മൊത്തം ഇങ്ങനെ വരും കണ്ടോ. അങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ പറിച്ചെടുക്കണം. അപ്പോൾ വേണ്ട ഇങ്ങനൊരു സംഭവം കിട്ടും. ഇതാണ് റബ്ബർ കറ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ ആ ഷേപ്പാകും, റബ്ബർ ഉണ്ട കണ്ടോ. പിന്നെ ഈ അച്ചിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഈ അച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുന്നത്. ഇതിനകത്തോട്ട് കൈ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കൈ നോക്കണ്ട. ഇതാണ് ഇതിൻ്റെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും. ഇതിങ്ങനെ മുകളിലേക്ക് ആക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യും ഇതിനകത്ത് ഷീറ്റ് കയറുന്നതിനനുസരിച്ച്. റബ്ബർ ബാൻഡൊക്കെ ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ ഐറ്റം റബ്ബർ ബാൻഡ്, ചെരുപ്പ് ഒക്കെ, റബ്ബർ ഐറ്റംസ് മുഴുവൻ ഈ ഒരു സംഭവം വെച്ചായിട്ടാണ്. ഇത് നമ്മൾ ഉണക്കി ഇങ്ങനെ കൊടുക്കും, അവരത് ബാക്കി പ്രോസസ്സിങ് ഒക്കെ കടക്കാരും ഫാക്ടറിക്കാരും ചെയ്യുന്നത്. ചെരുപ്പ്, വണ്ടിയുടെ ടയറ്, ടയറിനൊക്കെ, വണ്ടിയുടെ ടയറിനൊക്കെ ഇപ്പോൾ എന്താ വിലയാണ്, പക്ഷേ ഷീറ്റിന് അത്രയും വിലയില്ല. ഇപ്പോൾ പണ്ട് ഞാൻ ചെയ്യാറുണ്ട്, ഇതുപോലത്തെ കുഞ്ഞു ഒട്ടുവാലൊക്കെ കയറ്റിയിട്ട് ഇതിനകത്ത് വെച്ച് കറക്കുവാണെങ്കിൽ ഈ ഷേപ്പ് വരും, ചതഞ്ഞ് വരും. അപ്പോൾ ഇത് കണ്ടോ, ഒട്ടുവാലാണ്. ഇവിടെ മൊത്തം ഒട്ടുവാലിൻ്റെ ഒരു മയമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എണ്ണ ഇട്ട് കൊടുക്കണം ഈ മിഷന്. ഇത് കണ്ടോ, ഈ മിഷന് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സാധനത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വരയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഷീറ്റ് നന്നായിട്ട് അതായത് റബ്ബർ നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തെ വെള്ളവും എല്ലാം പോകും. അപ്പോൾ അത് വേഗം ഉണങ്ങി കിട്ടും. ആദ്യം വെയിലത്തിട്ട് ഉണങ്ങും, പിന്നെ സ്മോക്ക് ഹൗസിലിട്ട് ഉണക്കും. അപ്പോൾ ഇതിനുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്കൽ കൂട്ടിയും കുറച്ചിടാം. അതിനനുസരിച്ച് ഈ വീലിന് ടൈറ്റ് ആകും കറക്കാൻ വേണ്ടി. ഷീറ്റ് കയറുമ്പോൾ അനുസരിച്ച് നല്ല പ്രയാസമാണ് കറക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ ടാറ്റ പറ പപ്പായ ഇന്ന് നമ്മുടെ യൂട്യൂബിൽ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. പപ്പയുടെ പ്രോസസ്സിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടെങ്കിലും പപ്പ ഇതെന്ന് സ്ഥിരം ഒന്നട വിട്ട് വെട്ടി ചെയ്യുന്നത് അല്ലേ പപ്പ? അതെ, എന്നും പപ്പായ്ക്ക് ഇത് പണിയാണ്, എന്നും പണിയാണ്. പക്ഷെ നമുക്കൊരു വിലയില്ല പണിക്ക്. അതായത് നമ്മളൊരു പണി ചെയ്യുമ്പോൾ നമുക്കതിന് ഒരു മൂല്യം, ഒരു വില വേണമല്ലോ. ആ ഒരു വില നമുക്ക് ഇതിന് കിട്ടുന്നില്ല റബ്ബറിന്.
അപ്പോൾ എത്രയും വേഗം റബ്ബറിന് വില കൂടട്ടെ. ഇതാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്ന ആ ഷീറ്റ് നമ്മളിപ്പോൾ ഇവിടെ വിരിച്ചിട്ടേക്കുവാണ്. ഇത് കണ്ടോ, ആ വരവര കണ്ടോ, ആ മിഷൻ്റെ ആ വരവര കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ട് കൊണ്ടിട്ടേക്കുന്ന ആ ഷീറ്റ്. അപ്പോൾ ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കും. അപ്പം വെയിലത്തിടുന്നതിന് മുന്നേ ഈ പച്ച കളറാണ്. ഇതിൻ്റെ ഒരു സൈഡാണിത്, 2 സൈഡുണ്ട് കണ്ടോ, ഇങ്ങനെ അപ്പുറത്തും ഒരു സൈഡുണ്ട്, അങ്ങനെ 2 സൈഡുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് പച്ച ഷീറ്റ്, ഇപ്പം വെള്ളം തോരുന്നുള്ളൂ, നമ്മളിപ്പോൾ അടിച്ചുകൊണ്ട് വന്നത്. ഇപ്പുറത്ത് തന്നെ നമ്മുടെ ഇന്നലത്തെ കഴിഞ്ഞ ഷീറ്റുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഉണങ്ങിയത്. വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത് കണ്ടോ, ഈ ഒരു കളർ വരും. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പുകപ്പരക്കകത്തിടും. പുകപ്പരക്കകത്തിട്ട് കഴിയുമ്പോൾ ഇത് കറുത്ത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ പരുവത്തിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടറിയിലോട്ടൊക്കെ ചെരുപ്പുണ്ടാക്കാനും ടയർ ഉണ്ടാക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് റബ്ബറിൻ്റെ ഒരു പ്രോസസ്സിങ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ റബ്ബർ മരങ്ങളാണ്. കണ്ടോ, കളി കണ്ട ആ ഷീറ്റില്ലേ, അത് ഈ സ്മോക്ക് ഹൗസിനകത്ത് കൊണ്ടിട്ട് പുകയ്ക്കും. കണ്ടോ, ഇതിപ്പോൾ പുക വരുന്നുണ്ടോ, ഇതുപോലെ ഒരു ചെറിയ പുകപ്പരയാണ്. അതിനകത്ത് നമുക്ക് 2 തട്ടുണ്ട്. താഴെ ഇങ്ങനെ ഷീറ്റ് പുക മേളിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഒപ്പം ഇവിടെ നമുക്ക് ഒട്ടുവാല് വേണമെങ്കിൽ ഒട്ടുവാലിടാം. ഓരോ ഷീറ്റുകളാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പുകഞ്ഞ് ഉണങ്ങും. ഉണങ്ങിയിട്ടാണ് നമ്മൾ ലാസ്റ്റിൽ കൊണ്ട് കടയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് ഒട്ടുപാല. നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ ഇതൊക്കെ അരച്ച് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കറയെല്ലാം എടുത്ത് കഴിഞ്ഞതിന് മിച്ചം വരുന്നതിൽ ഉറഞ്ഞു വീഴുന്ന സാധനമാണ് ഈ ഒട്ടുപാല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് ബൈ ബൈ. ഇനി റബ്ബർ ഇതുപോലത്തെ കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം മറക്കല്ലേ. കാടും പടലും സൂര്യ, പത്തനംതിട്ട സീതത്തോടെ. ബൈ ബൈ.